ഒരിക്കലും മകളെ ചതിച്ചുകൊണ്ടോ അല്ലെങ്കിൽ മകൾക്ക് ഡേഞ്ചർ ആവുന്ന രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു അച്ഛനല്ല അദ്ദേഹം. ആൻഡ് ഐ എം ഷുവർ ദാറ്റ് ഒരുപാട് നാളിത് മറച്ചു വയ്ക്കാൻ പറ്റത്തില്ല. ആൻഡ് കടകംപള്ളി സുരേന്ദ്രൻ ഇസ് വെരി ഡേർട്ടി എന്നുള്ളത് ഈ ഒരു റിസൾട്ടിൽ തന്നെ മനസ്സിലായി. നമസ്കാരം. കഷ്ടമഹോ, ധാർത്തരാഷ്ട്രന്മാർ ചെയ്തോരു ദുഷ്ടത കേട്ടാലിതൊട്ടും സഹിച്ചിടുമോ? ഈ മട്ടിൽ തൻ്റെ പഴയ കാലങ്ങളെല്ലാം ഓർത്തെടുത്ത് അവൾ വീണ്ടും എത്തി. തകർന്നടിഞ്ഞ വിജയനഗര സാമ്രാജ്യാധിപനോട് അവൾ എണ്ണി എണ്ണി കണക്കുകൾ ചോദിക്കുന്നു. മാനവന്മാരെ ധരിച്ചുകൊള്ളിൻ മാനുഷജന്മം പഴുതാകാതെ, കീർത്തനം ചെയ്യണം നാണം വിന എന്നവൾ മാർക്സിസ്റ്റ് മാനവന്മാരെ ഉദ്ബോധിപ്പിക്കുന്നു. നിങ്ങൾ ചെയ്തു കൂട്ടിയ ദുഷ്കർമ്മങ്ങളുടെ മുഴുവൻ ഫലം അനുഭവിച്ചേ പോകൂ എന്ന് ശപിക്കുന്നു സ്വപ്ന സുരേഷ്. അധികാരമുറപ്പിക്കാനും സ്വന്തം കാര്യങ്ങൾ സാധിക്കാനുമായി എല്ലാ കാലത്തും സ്ത്രീകളെ ഉപകരണങ്ങളാക്കി കണ്ടവരാണ് ഈ നാട്ടിലെ കമ്മ്യൂണിസ്റ്റുകൾ. ഒരു സ്ത്രീ തൻ്റെ മാനം വിലപേശി വിറ്റ് നിങ്ങൾക്കുണ്ടാക്കി തന്ന സാമ്രാജ്യമാണ് ഒന്നാം പിണറായി ഭരണം. ഉപജാപ സംഘങ്ങളെയും അവതാരങ്ങളെയും അകലമാറ്റി നിർത്തണമെന്ന് പറഞ്ഞ് ഭരണത്തിൽ കയറിയ ഒന്നാം പിണറായി പക്ഷേ കറുത്ത കരിമ്പടം ചുറ്റി വന്ന മറ്റൊരു അവതാരത്തിൻ്റെ കെണിയിൽ വീണു. അവളെ സ്വന്തം കാര്യസാധ്യത്തിനായി കാരണഭൂതവും കുടുംബവും ഉപയോഗിച്ചു കൊണ്ടിരുന്നു. മറ്റുള്ളവരെ സ്കേപ്പ് ഗോട്ടായിട്ട് ഉപയോഗിക്കുമ്പോൾ ബേസിക്കലി എന്ത് പെയിൻ, എന്ത് ടോർച്ചറാണ് നമ്മളെല്ലാവരും സഫർ ചെയ്തതെന്നുള്ളത് അവർ ആ ഷൂസിൽ കയറുമ്പോഴല്ലേ അറിയാൻ പറ്റത്തുള്ളൂ. സ്വർണം കടത്താനും വിദേശ നിക്ഷേപം എത്തിക്കാനുമെല്ലാം അവളുടെ സഹായം തേടി. ക്ലിഫ് ഹൗസിൻ്റെ അടുക്കളയിൽ ഒരംഗത്തെ പോലെ അവൾ ദീർഘകാലം കഴിഞ്ഞുകൂടി. ആ ബന്ധം വെച്ച് ഭരണത്തിൻ്റെ എല്ലാ ഇടനാഴികളിലും അവൾ കയറിയിറങ്ങി. ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് സർക്കാരിൻ്റെ സ്വപ്ന പദ്ധതികൾക്ക് പിന്നിലെ പ്രധാന ബുദ്ധികേന്ദ്രമായി പ്രവർത്തിച്ചത് പിണറായി വിജയൻ്റെ പ്രിൻസിപ്പൽ സെക്രട്ടറിയും IT സെക്രട്ടറിയുമായിരുന്ന M ശിവശങ്കർ ആയിരുന്നു. ആ ശിവശങ്കറും സ്വപ്ന സുരേഷും തമ്മിലുള്ള ബന്ധത്തിൻ്റെ ആഴം പിന്നീടാണ് ജനമറിഞ്ഞത്. നയതന്ത്ര ബാഗേജ് വഴിയുള്ള സ്വർണ്ണക്കള്ളക്കടത്ത് കേസ്, ലൈഫ് മിഷൻ അഴിമതി കേസ് എല്ലാം കൂടി കലങ്ങിമറിഞ്ഞ ഒരു കാലം. ക്ലിഫ് ഹൗസിലേക്ക് ബിരിയാണി ചെമ്പിൽ വന്ന സ്വർണത്തെപ്പറ്റി അവൾ പറഞ്ഞപ്പോൾ അന്തങ്ങൾ പരിഹസിക്കുകയായിരുന്നു. കൈതോലപ്പായിൽ ചുരുട്ടിക്കെട്ടിയ കോടികളുടെ കഥ ജനശക്തി എഡിറ്റർ G ശക്തിധരൻ പറഞ്ഞപ്പോഴും അന്തങ്ങൾ പരിഹസിച്ചു. ഒരർത്ഥത്തിൽ ഈ ബിരിയാണി ചെമ്പും കൈതോലപ്പായും എല്ലാം സൂത്രശാലിയായ ഒരു കമ്മ്യൂണിസ്റ്റുകാരന് കള്ളങ്ങൾ ഒളിപ്പിക്കാനുള്ള ഒരു കവചമാണ്. ഒരുപാട് നാളിന് ശേഷം വീണ്ടും പ്രത്യക്ഷപ്പെട്ട സ്വപ്ന സുരേഷ് കേരളത്തിന് നൽകിയ ഇൻ്റർവ്യൂവിൽ ചില കാര്യങ്ങൾ തുറന്നു പറയുന്നു. സ്വർണമെന്ന് കേട്ടാൽ ആ കുടുംബത്തിന് ഭ്രാന്താണ്. അപ്പോൾ പിന്നെ ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയിൽ പിണറായി വിജയന് പങ്കില്ലാതിരിക്കുമോ? ഇൻട്രോഗേഷൻ അല്ലെങ്കിൽ ഇൻവെസ്റ്റിഗേഷൻ ഷുഡ് ഗോ ത്രൂ മിസ്റ്റർ പിണറായി വിജയൻ ആസ് വെൽ ആസ് ദി എൻറ്റയർ ടീം ഹൂ ഹാസ് ഓപ്പറേറ്റഡ്. കരിമണൽ വിഷയത്തിൽ മകളെ കരിവാക്കുകയായിരുന്നുവോ പിണറായി വിജയൻ എന്ന ചോദ്യത്തിന് സ്വപ്ന പറഞ്ഞത് മകളുടെ നന്മയ്ക്ക് വേണ്ടി മാത്രം ജീവിക്കുന്ന പിതാവാണ് അദ്ദേഹമെന്നാണ്. ക്ലിഫ് ഹൗസിൻ്റെ അടുക്കളയിലും അന്തഃപുരത്തിലും കയറിയിറങ്ങാൻ കഴിഞ്ഞ കാലത്തെ അനുഭവങ്ങൾ വെച്ച് സ്വപ്ന ചിലത് പറഞ്ഞിട്ടുണ്ട്. പിണറായി വിജയനെ എങ്ങനെ വിലയിരുത്തുന്നു എന്ന് അന്ന് മാപ്രകൾ ചോദിച്ചപ്പോൾ ഒരു മണ്ടനെന്നാണ് പറഞ്ഞത്. സ്വപ്നയുടെ അടുത്തയാളായിരുന്ന ശിവശങ്കർ പറഞ്ഞത് ഏത് ടിഷ്യൂ പേപ്പർ കൊണ്ട് നീട്ടിക്കൊടുത്താലും അതിൽ ഒപ്പിടുമായിരുന്നു പിണറായി എന്നാണ്. സ്വന്തം പ്രിൻസിപ്പൽ സെക്രട്ടറി സ്വർണ്ണക്കള്ളക്കടത്തിലും അഴിമതിക്കും ജയിൽവാസം അനുഭവിച്ചിട്ടും പിണറായി വിജയൻ്റെ പ്രതാപത്തിന് ഒരു കുറവും സംഭവിച്ചില്ല. ദുബായിൽ നിന്നും ഷെയ്ഖ് വിരുന്നിനായി ക്ലിഫ് ഹൗസിലെത്തുമ്പോൾ സ്വീകരിക്കാനായി കമലേട്ടത്തേക്ക് അറബി വാക്കുകൾ പഠിപ്പിച്ചു കൊടുത്തതും സ്വപ്ന സുരേഷ് ആയിരുന്നു. സ്വപ്നയിലൂടെ തനിക്ക് പിടിവീഴുമെന്നായപ്പോഴേക്കും പിണറായി വിജയൻ അവളെ കൊടുക്കുവാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചിരുന്നു. ഒടുവിൽ അവളെ വെച്ച് എല്ലാ സുഖസൗകര്യങ്ങളും നേടിയവർ തള്ളിപ്പറഞ്ഞു. സഖാക്കളുടെ ആസക്തിയുടെ രക്തനേത്രങ്ങളിൽ നിന്നും മോചനം ലഭിക്കാനായി തൻ്റെ ശരീരമാകെ കരിമ്പടം വെച്ച് പുതപ്പിച്ച് സുരക്ഷിതമാക്കിയിട്ടും സ്വപ്ന സുരേഷിനെ സഖാക്കളിൽ ചിലർ വെറുതെ വിട്ടില്ല. മസാല മണമുള്ള കിഫ്ബി അച്ചായൻ മുതുമൂരിയെ പോലെ സുള്ളിക്കൊണ്ട് അവളെ മൂന്നാറിലേക്ക് വിളിച്ചു, തൻ്റെ വയസ്സൻ ഉടലിൻ്റെ തണുപ്പ് മാറ്റാൻ. രാമൻ്റെയും കൃഷ്ണൻ്റെയും പേരുകൾ ഒന്നിച്ചു ചൂടിയ മുൻ സ്പീക്കർ അവളുടെ വാത്സല്യ ദുഗ്ധം നുണയാൻ കൊതിച്ചു. കാണുന്ന മാത്രയിൽ എല്ലാം കയറിപ്പിടിക്കാനും തൻ്റെ ലൈംഗിക കാമനകൾക്കായി അവളെ ഉപയോഗിക്കാനും ശ്രമിച്ച ഒരു പുളകം കൊള്ളി ഇപ്പോഴിതാ പണിയില്ലാതെ തേരാ പാരാ നടക്കുന്നു. കടകംപള്ളി സുരേന്ദ്രൻ ഇസ് വെരി ഡേർട്ടി എന്നുള്ളത് ഈ ഒരു റിസൾട്ടിൽ തന്നെ മനസ്സിലായില്ലേ. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഗവർണൻസിലിരുന്നപ്പോൾ ദേ വിൽ നെവർ അലൗ മീ ടു കം അപ്പ്. എന്നെ ജീവിക്കാൻ പോലും സമ്മതിക്കുന്നില്ലായിരുന്നു. ഐ ഹാഡ് ടു. സ്വപ്ന സുരേഷ് ഇപ്പോഴും ഉറപ്പിച്ചു പറയുന്നു, അയാളെ വീട്ടിൽ കയറ്റാൻ കൊള്ളില്ല. അതിൻ്റെ ഫലമാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലം. ഞാനെന്ന് വെച്ചാൽ എൻ്റെ മണ്ഡലത്തിലുള്ളവർ ഹരം കൊള്ളുമെന്നായിരുന്നു അന്ന് പുളകം കൊള്ളി പറഞ്ഞത്.
പത്തനാപുരത്തുള്ള ഒരുത്തനും ഇതുതന്നെ പറഞ്ഞിരുന്നു. ഈ രണ്ടു പേർക്കുമുള്ള പണി പാലും വെള്ളത്തിൽ കിട്ടി. സ്വർണമെന്ന മഞ്ഞലോഹത്തെപ്പറ്റി കേൾക്കുന്ന മാത്രയിൽ തന്നെ കമിഴ്ന്നടിച്ചു വീഴുന്ന പിണറായി വിജയനും കുടുംബവും ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയുടെയും പങ്കുപറ്റിയെന്ന് തന്നെ സ്വപ്ന സുരേഷ് വിശ്വസിക്കുന്നു. സ്വർണ്ണ കടത്തായാലും സ്വർണം കൊള്ളയടിച്ചതായാലും സ്വർണത്തിനോട് ഇവർക്ക് ഭയങ്കരമായ ഒരു ഇഷ്ടമുണ്ടെന്നുള്ളത് എന്തായാലും തെളിഞ്ഞല്ലോ. പിണറായി വിജയന്റെ വിശ്വസ്തനായ എം ശിവശങ്കർ 98 ദിവസമാണ് ജയിൽവാസം അനുഭവിച്ചത്. ജയിൽ ജീവിതത്തിൻ്റെ പശ്ചാത്തലത്തിൽ അദ്ദേഹം എഴുതിയ അശ്വത്ഥാമാവ് വെറും ആന എന്ന പുസ്തകത്തിനെതിരെ അന്ന് സ്വപ്ന സുരേഷ് വെളിപ്പെടുത്തലുകൾ നടത്തിയിരുന്നു. എന്നാൽ അനുമതിയില്ലാതെ പുസ്തകം എഴുതിയതിന് നടപടി ഉണ്ടായതുമില്ല. പക്ഷേ സ്രാവുകൾക്കൊപ്പം നീന്താനിറങ്ങുമ്പോൾ എന്ന പേരിൽ പുസ്തകം എഴുതിയ ജേക്കബ് തോമസിനെ നിരന്തരം സസ്പെൻഡ് ചെയ്യുകയും ചെയ്തു. ശിവശങ്കറിന് ഇടപെട്ട കേസുകളിലെല്ലാം മെല്ലപ്പോക്കായിരുന്നു അന്ന് സർക്കാരിന്. സ്വപ്നയിലൂടെ അന്വേഷണം തൻ്റെ വഴിക്ക് വരുമെന്ന് ഭയന്ന മുഖ്യമന്ത്രിയും ശിങ്കിടികളും കൂടി ആ കോവിഡ് കാലത്തെ നിയന്ത്രണങ്ങളെല്ലാം മാറ്റിമറിച്ച് അവളെ ബാംഗ്ലൂരിലേക്ക് രക്ഷപ്പെടാനും അനുവദിച്ചു. പിണറായി വിജയൻ്റെ 10 വർഷത്തെ ഭരണമിതാ കഴിഞ്ഞിരിക്കുന്നു. പുതിയ സർക്കാർ അധികാരത്തിൽ വന്നു. വിജയൻ്റെയും കുടുംബത്തിൻ്റെയും വൻ വീഴ്ചകൾക്കാണ് ഇപ്പോൾ സ്വപ്ന സുരേഷ് സാക്ഷ്യം വഹിക്കുന്നത്. ചോദ്യം ചെയ്യലിനൊടുവിൽ വീണമോളെ ED അറസ്റ്റ് ചെയ്യുമെന്ന് തന്നെയാണ് സ്വപ്ന കരുതുന്നത്. തൻ്റെ ജീവിതം കുളമാക്കുകയും ശരീരത്തിന് വിലപേശുകയും ചെയ്തവന്മാരോടുള്ള പക ഇപ്പോഴും സ്വപ്നയുടെ മനസ്സിലുണ്ട്. ഇവന്മാരാരെങ്കിലും തനിക്കെതിരെ അനങ്ങിയാൽ എല്ലാ തെളിവും പുറത്തുവിടുമെന്നാണ് അവരുടെ ഭീഷണി. ഈ സംഘത്തിൻ്റെ നിരന്തരമായ വേട്ടയാടലുകൾക്ക് ഒടുവിലാണ് താൻ ബാംഗ്ലൂർക്ക് പോയതെന്ന് സ്വപ്ന പറയുന്നു. അനുഭവിച്ച ദുഃഖങ്ങളും ദുരിതങ്ങളും കേസിൻ്റെ പ്രളയവും അവരെ തളർത്താതിരിക്കുന്നത് തന്നെ ചതിച്ചവർ ഇന്നല്ലെങ്കിൽ നാളെ നിയമത്തിൻ്റെ പിടിയിൽ അകപ്പെടുമെന്ന് കരുതിയാണ്. വിജയൻ്റെ ശാപഗ്രസ്തമായ സാമ്രാജ്യം തകർന്നടിഞ്ഞ് കടലെടുക്കുന്നത് കാണാൻ ഇതാ സ്വപ്ന വീണ്ടും എത്തിയിരിക്കുന്നു. ഒരു സ്ത്രീയെപ്പറ്റി ഒന്നും തന്നെ അറിയാതെ തൻ്റെ ഭരണസിരാകേന്ദ്രത്തിലും വീട്ടിലും അഴിഞ്ഞാടാൻ വിട്ട പിണറായി അപ്പോൾ ആരായിരുന്നു? പിണറായി വിജയൻ്റെയും കുടുംബത്തിൻ്റെയും ഒപ്പവും വിരുന്നുകാർക്കൊപ്പവും വിരുന്ന് മേശയ്ക്കപ്പുറവും സദാസമയവും സ്വപ്ന സുരേഷ് ഉണ്ടായിരുന്നു. പക്ഷേ കുടുങ്ങുമെന്നായപ്പോൾ ഈ പിണറായി വിജയൻ കണ്ണടച്ചു പറഞ്ഞ കള്ളം ഓർക്കുന്നില്ലേ? സ്വപ്ന സുരേഷിനെ അറിയാമോ? അനക്കറിയില്ല. ചില പഴയ സിനിമകളിൽ കള്ളക്കടത്ത് കൊള്ളസംഘത്തിൻ്റെ ഇടയിൽപ്പെട്ടു പോകുന്ന ചില സ്ത്രീകളുണ്ട്. ജീവിക്കാൻ വേണ്ടി അവർക്ക് ക്യാബറ ഡാൻസുമായി വരേണ്ടി വരും. ഒടുവിൽ അവരെ ഏതെല്ലാം ചൂഷണത്തിനാണ് ആ സംഘം ഉപയോഗിക്കുന്നത്. ആ കഥയാണ് സ്വപ്നയുടെ ജീവിത കഥയും. ആത്മവിശ്വാസമുണ്ടെങ്കിൽ എന്തിനാണ് കറുത്ത മാസ്ക് കൊണ്ട് മുഖം മറച്ച് തല കുനിച്ച് വീണ ചോദ്യം ചെയ്യലിന് പോകുന്നത് എന്നും സ്വപ്ന ചോദിക്കുന്നു. ഞാൻ ചോദിക്കട്ടെ, ബ്ലാക്ക് കളർ പേടിച്ച് ആൾക്കാരെയൊക്കെ സ്ട്രേ ഡോഗ്സിനെ പോലെ എടുത്തിട്ട് അടിച്ച ആൾക്കാർ, ഹിസ് ഡോട്ടർ ഇസ് വെയറിംഗ് എ ബ്ലാക്ക് മാസ്ക് ആൻഡ് ഗോയിങ് ബിഫോർ ദി അതോറിറ്റീസ്. വൈ? ദർ ഇസ് നോ കോൺഫിഡൻസ്. ഒന്നും. അസാധാരണമായ ഉളുപ്പില്ലായ്മയും രോമകൂപങ്ങൾക്ക് മുള്ളൻ പന്നിയുടെ മുള്ളിൻ്റെ കട്ടിയും കാണ്ടാമൃഗത്തിൻ്റെ തൊലിക്കട്ടിയും ചൊറിയൻ തവളയുടെ ചർമ്മ സൗന്ദര്യവും ഉള്ളവർക്ക് മാത്രമേ പിണറായി വിജയനെ പോലെ ഇതുപോലെ കണ്ണടച്ച് കള്ളം പറയാൻ കഴിയൂ. മഹാസാമ്രാജ്യാധിപനായിരുന്ന കുലോത്തുങ്കൻ രാജ്യഭാരങ്ങളെല്ലാം വെടിഞ്ഞ് ശുഷ്കമായ സൈന്യത്തെയും കൂട്ടിയതാ നിയമസഭ ബഹിഷ്കരിച്ച് ലിഫ്റ്റില്ലാതെ മണ്ണിലിറങ്ങി നടക്കുന്നു. മുട്ടുകാല് തേഞ്ഞിട്ടും വിപ്ലവ പ്രസ്ഥാനത്തെ നയിക്കേണ്ട ബാധ്യത ആ മനുഷ്യനിൽ എത്തിയിരിക്കുന്നു. മകളിത അന്വേഷണ ഏജൻസിക്ക് മുമ്പിൽ പോയി മുട്ടുപിറച്ചിരിക്കുന്നു. ഇതൊക്കെ കാണുമ്പോൾ മനസ്സ് തുറന്ന് ചിരിക്കാൻ സ്വപ്നയ്ക്ക് കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ ആർക്കാണ് കഴിയുക? പ്രതികാരം അത് വീട്ടാൻ വേണ്ടിയുള്ളതാണ്.